വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീലാംബരി ഡിസൈൻ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. സ്റ്റോൺ വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നെക്കെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബോട്ട് നെക്കിൻ്റെ അളവിലാണ് വരച്ചിരിക്കുന്നത്. 4.5 ഇഞ്ച് ഇറക്കവും 3.25 ഇഞ്ച് നെക്ക് വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് 3.25 വെച്ച് കഴിയുമ്പോൾ 4 ഇഞ്ചായിട്ട് വരും. അതുപോലെ ഷോൾഡറിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം വന്നിരിക്കുന്നത് 1.25 ഇഞ്ചാണ്. പിന്നെ ഇത് നമുക്ക് ഇറക്കമുള്ള നെക്കായിട്ടും ചെയ്തെടുക്കാം. സ്റ്റോൺ ആകുമ്പോൾ നമുക്ക് അത്രയും ഭാഗത്തെ ഇളക്കി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് 14.4 ഇഞ്ചിലാണ്. 1/2 ഇഞ്ച് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് പോകും. അത് കഴിയുമ്പോൾ 13.5 ഇഞ്ച് ഇവിടെ. അപ്പോൾ നമ്മുടെ ഏകദേശം വയറിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് വന്ന് നിൽക്കും. പിന്നെ ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ സൈഡിൽ കൂടി ചേർന്നിങ്ങനെ വരുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ അകലമെന്ന് പറയുന്നത് നമ്മുടെ ഈ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് കണക്കാക്കി 5.5 ഇഞ്ചിലാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 3.5 ഇഞ്ച് വരും. അപ്പോൾ ഫുള്ള് വരുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് 8.25 ഇഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കണം. ഡിസൈൻ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരച്ചിരിക്കുന്നത്. ബിഗിനേഴ്സിനായിട്ട് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 1 ഇഞ്ചും വീതി 3.25 ഇഞ്ചിലുമാണ്. ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിലോ എന്തെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ സ്റ്റോൺ എടുത്തിരിക്കുന്നത് 2 കളർ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളറിൽ എടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് ഗ്ലൂ വേണം, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് വേണം ഡിസൈൻ ഇങ്ങനെ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ആ ലൈനിനോട് ചേർത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് അടുത്ത് വിട്ടിട്ട് അടുത്ത് വരച്ചെടുക്കാം. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വിടാം. അടുത്ത് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കണം. ഒരുപാട് വലിയ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോക്കൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി വീതി കിട്ടും. അതുകൊണ്ട് അതുപോലെ മനസ്സിലാക്കി കട്ട് ചെയ്തെടുക്കണം. ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിവശത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പർ എന്തെങ്കിലും ഈ ഡിസൈൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഡിസൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ താഴ്ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കോളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീസ് ഇങ്ങനെയാണ് വെച്ചത്. അതായത് നമ്മൾ ഇവിടെ വെച്ചപ്പോൾ ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ നീളത്തിലും വെച്ചു. ഇവിടെ വീതി ഇങ്ങനെ 3/4 ഇഞ്ച് വീതിയിലുള്ള ലെങ്ത് ഇങ്ങനെ നീളത്തിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3/4 ഇഞ്ചാണ് വിട്ട് കൊടുത്തത്. ഇവിടെ 1/2 ഇഞ്ചിലാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു വരുന്ന സമയത്തിന് വീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ വെച്ച് വരച്ചാലും കുഴപ്പമില്ല. ഒരുപാടാവരുത്. നമുക്ക് അത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു പോയിൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറിലുള്ള മെറ്റീരിയലാണ്, റോയൽ സിൽക്കാണ്. പക്ഷേ ഇതിൽ കുറച്ച് മങ്ങിയ കളറിലാണ് കാണിക്കുന്നത്.
സെൻറ്ററിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത രീതിയിലാണ് ചെയ്യാൻ പോണത്. ഒരുപാട് നിറയെ അതുപോലെ വരുന്നതെന്ന് ചിലർക്കൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ സെൻറ്ററിലും വരച്ചെടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ചിലർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് സൂചിയോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ പുരട്ടിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഗ്ലൂ എടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ഇതിൽ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് വരുന്ന സമയത്തിന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അതിലൊട്ടി നിൽക്കും. അതുകൊണ്ട് ഇതിൽ എടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ഗ്ലൂ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഗ്ലൂ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഡിസൈനിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ സ്റ്റോൺ വയ്ക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. പിന്നെ കുറച്ച് സ്പ്രെഡായാലും കുഴപ്പമില്ല. ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ലെയർ ഇങ്ങനെ എടുക്കണം. ഇവിടെ ബോക്സ് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഗ്ലൂ ആയിട്ട് മിക്സ് ആയിരിക്കുന്നത് കൊണ്ടാണ് വ്യക്തമായിട്ട് മനസ്സിലാവാൻ പറ്റാത്തത്. ഉണങ്ങി കഴിയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും. സെൻറ്ററിൽ റെഡ് കളറും വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ റെഡ് കളർ വയ്ക്കാം.
ഇനി ഈ ഭാഗത്ത് ഓരോന്നായിട്ട് റെഡ് കളർ വെച്ച് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഡിസൈൻ വെറും സ്റ്റോൺ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ബിഗിനേഴ്സിനെന്ന് പറഞ്ഞത്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു ബോക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കാം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ഹൈറ്റുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ലെങ്ത് പറഞ്ഞിരിക്കുന്നത്, 14 ഇഞ്ച് ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞവർക്ക് 13-12 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം. ഗ്ലൂ എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത ഡിസൈനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.